കെങ്കേമം കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു സിനിമയാണ്. കെങ്കേമം ഒരു യൂഷ്വൽ സിനിമയുടെ പാറ്റേണിലല്ല അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഫ്ലോ സ്ക്രിപ്റ്റ് എന്ന് പറയും. കോമഡിയായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി ആർട്ടിസ്റ്റുകൾ അതിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എപ്പോഴെങ്കിലും നിങ്ങൾ ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്കതിനെ മനസ്സിലാകും. ആ സീൻ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ സീൻ എങ്ങനെയാണ് മേക്ക് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഷാമോൻ ബി പറയലിൽ. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കെങ്കേമം. ആ കെങ്കേമത്തിൻ്റെ നിറയെ അപ്ഡേഷൻസ്, അതിൻ്റെ ലൊക്കേഷൻ വീഡിയോസ്, അതിൻ്റെ ചരിത്രങ്ങൾ, അതിൻ്റെ മറ്റു എല്ലാ 4 ചുവരും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു എപ്പിസോഡായിട്ട്, പല എപ്പിസോഡുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം. കെങ്കേമം കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു സിനിമയാണ്. അതായത് ഓരോ സിനിമയും അത് ചെയ്യുന്ന ടീമിനും അത് ചെയ്യുന്ന സഹപ്രവർത്തകർക്കും അതൊരു മികച്ച സിനിമയാകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെയാണ് കെങ്കേമവും. കെങ്കേമം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. അത് ഒരു ഹ്യൂമറിലൂടെ ഒരു വലിയ ത്രില്ലർ സബ്ജക്റ്റ് പറയുകയാണ് കെങ്കേമം ചെയ്തിട്ടുള്ളത്. കലാകാരന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സിനിമയാണ്. കലാകാരന്മാർ വെറുതെ ഉണ്ടാകുന്നതല്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ പറ്റാതാകുമ്പോൾ അവർ അന്വേഷിച്ച് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അവർ എത്തിപ്പെടുന്ന മേഖല പല വഴി തിരിഞ്ഞ് ഒരു വഴിയിൽ ചെല്ലുന്നതാണ് സബ്ജക്റ്റ്. അതിലുണ്ടാവുന്ന, അവർ അനുഭവിക്കുന്ന വളരെ യാദൃച്ഛികമായിട്ടുള്ള പല സംഭവങ്ങൾ നെയ്തെടുത്ത ഒരു സിനിമയാണ് കെങ്കേമം. കെങ്കേമം ഒരു യൂഷ്വൽ സിനിമയുടെ പാറ്റേണിലല്ല അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ഫ്ലോ സ്ക്രിപ്റ്റ് എന്ന് പറയും. മീൻസ് നമ്മളൊരു വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതായത് സ്റ്റാർട്ട് ടു എൻഡ് ഒരു സബ്ജക്റ്റിൻ്റെ ലീഡിലൂടെ മുഴുവൻ റിവേഴ്സ് വരാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് പടം ഉണ്ടായിരുന്നത്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആ സിനിമയെക്കുറിച്ച് ഏകദേശം ധാരണയുണ്ടാകും. കാണാത്തവരാണ് അധികവും. അതുകൊണ്ട് പിന്നീട് ആ സിനിമ കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാകും. ആ സിനിമ സഞ്ചരിക്കുന്നത് മുഴുനീള കോമഡി ആയിട്ടാണ്. അപ്പോൾ കോമഡിയായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി ആർട്ടിസ്റ്റുകൾ അതിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് ഭഗത് മാനുവൽ, ലെവിൻ സൈമൺ, നോബി. നമ്മുടെ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്തത്, അതായത് ആ സീൻ ഷൂട്ട് ചെയ്തത് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് നമ്മൾ കൂടെ ജോയിൻ ആയിരുന്നതിൽ അഡീഷണൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അനീഫക്കായിരുന്നു. അനീഫക്ക നമ്മളോടൊപ്പം ഇല്ല. പിന്നുള്ളത് അബൂക്കയാണ്, അബു സലീം. അത് കുറേ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു ആ സീൻ. ആക്ച്വലി എപ്പോഴെങ്കിലും നിങ്ങൾ ആ സീൻ കാണുമ്പോൾ നിങ്ങൾക്കതിനെ മനസ്സിലാകും. ആ സീൻ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ സീൻ എങ്ങനെയാണ് മേക്ക് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. തുടർന്നും കെങ്കേമത്തിൻ്റെ മറ്റു പല എപ്പിസോഡുകൾ വരും. അപ്പോൾ ഓരോ എപ്പിസോഡിനും ഒരു പ്രത്യേകതയുണ്ടാവും. ഈ എപ്പിസോഡിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സീൻ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ആ സീനിൻ്റെ ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ മുതൽ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. കാരണം ആ സീനിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അതൊരു ചിരി പടർത്തുന്ന ഒരു ഏരിയ ആയിരുന്നു. അതിനകത്ത് മെയിൻ ലീഡ്, ആ സീനിലെ ഹീറോ എന്ന് പറയുന്നത് അബു സലീം ആയിരുന്നു. അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻട്രൽ പോർഷൻ കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ പടത്തിൽ 3 ഹീറോസ് ചേർന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ രസകരമായ മുഹൂർത്തങ്ങൾ അതിലൂടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് അത് നമ്മൾ ട്രാവൽ ചെയ്തത്, അതിലെന്തൊക്കെ ക്രൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ദിവസത്തെ ഒരു സന്തോഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സീൻ കാണുക. ഇനി ഈ സിനിമയുടെ ഓരോ സീൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ സെറ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. തുടർന്നും കെങ്കേമത്തിൻ്റെ എപ്പിസോഡുകൾ കാണുക.
എല്ലാ സീനിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാ അന്ന് ഞങ്ങളുടെ ഇടയിൽ നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ, അല്ലെങ്കിൽ ആ നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ രസകരമായ മുഹൂർത്തങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് 3 പേരോട് പ്രത്യേകം നന്ദി പറയാനുണ്ട്. ഒന്ന്, ചിത്രത്തിൻ്റെ ക്യാമറമാൻ വിജയ് ഉലകനാഥ്, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ സിദ്ദീഖ് സാറിനോട്, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ. ആ ഒരു അനുഭവങ്ങൾ നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം. പിന്നെ എൻ്റെ കൂടെ രാപ്പകലില്ലാതെ നിന്ന എൻ്റെ എല്ലാ ആർട്ടിസ്റ്റിനും, എല്ലാ ടെക്നീഷ്യന്മാർക്കും, അവരോടെല്ലാവർക്കും ഞാൻ നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുന്നു. കാരണം അതൊരു ഫാമിലി ആയിട്ട് മാറുകയായിരുന്നു പതിയെ. ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് മുതൽ പിന്നീട് ആ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ സിനിമ പോലെ തന്നെ ഒപ്പം നിന്ന് കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും നിറഞ്ഞ മനസ്സിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. നന്ദി.